പക്ഷെ എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല. ആദ്യ വെന്ത അറിവുകൾ വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞത് എനിക്ക് വലിയ ഗിൽറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. കിരീടമൊക്കെ ഇപ്പം ടെക്സ്റ്റ് പോലെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ്. ഇപ്പോൾ കാന്താര രണ്ടാമത് ഇറങ്ങിയപ്പോൾ ഋഷഭ് ഷെട്ടി സ്റ്റാറാണ്. അപ്പോൾ ഒരു നല്ല സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെക്കുറിച്ച് ആ ടെക്നീഷ്യൻ മിസ്സായി പോലെന്നായി പറയുന്നത്, മനസ്സിലായോ? അവിടെ എലിയെ പുഴിക്കും തിന്നുന്ന കഥ ഇപ്പോഴും പറയാൻ പറ്റും. നമ്മുടെ നാട്ടില് ആ സാഹചര്യം ഉണ്ടോ? ഇല്ലാണ്ടായി. സിനിമയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ലോകത്തോ സിനിമയിലോ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടോ? പറയേണ്ട കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അത് ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. എനിക്ക് കുഴപ്പമുണ്ട്, പക്ഷെ പറയുന്നുള്ളത് ആരെങ്കിലും വിചാരിച്ചാലൊക്കെ എനിക്ക് വിഷമമാണ്. ആര് വിചാരിച്ചാലും എന്തുണ്ടെന്നുള്ള മര്യാദകളൊന്നും എനിക്കില്ല. പക്ഷെ വിചാരിച്ച സങ്കടമാണ്, പക്ഷെ പറയാനുള്ളത് പറയാം, അതാണ് പ്രശ്നം. എപ്പോഴെങ്കിലും അത് തോന്നിയിട്ടുണ്ടോ? ഇത്രയും പേര് ഇത് പറയാൻ പോകും, ഇനി പറയണ്ടായിരുന്നു വെറുതെ? ഇല്ലെന്ന്, എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ചിലപ്പം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയാൻ പാടില്ലാത്ത കാര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയരുത്, അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ആലോചന. പക്ഷെ എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല, ഞാൻ പറഞ്ഞു. പിന്നെ ചില കാര്യങ്ങളിൽ ഇടപെട്ടതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ചില കാര്യങ്ങളിൽ ഇടപെട്ട കാര്യങ്ങളിൽ, ചിലർ പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഇടപെട്ടിട്ടുള്ളത് പിന്നീട് വാർത്തകൾ വളച്ചൊടിച്ചതിൻ്റെ പേരിലോ അല്ലെ അങ്ങനെ അതിൻ്റെ സത്യം അതായിരുന്നു എന്നൊക്കെ ചില കൺഫ്യൂഷനുള്ള പല കാര്യങ്ങളും ഞാൻ പോയി ഇടപെട്ടിട്ടുണ്ട്. അത് എന്നെ വലിയ ദുഃഖത്തിൽ എനിക്കൊരു ഗിൽറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനും ഇടപെടത്തില്ല. പറയാനുള്ളതൊക്കെ എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ല, നമ്മൾ മുഴുവൻ അറിഞ്ഞ സത്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് എനിക്ക് വലിയ ഗിൽറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ വെന്ത അറിവുകൾ വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞത് എനിക്ക് വലിയ ഗിൽറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. ഒരുപാട് ടെലിവിഷൻ ഇപ്പം നിങ്ങൾക്കൊന്നും അറിയുന്ന കഥകളല്ല ഞാൻ പറയുന്നത്. ടെലിവിഷൻ ചർച്ചയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്നു. ഈവൻ വടക്കഞ്ചേരി വിഷയത്തിൽ ഇടപെട്ടതൊക്കെ എനിക്കത് പിന്നീട് അതിപ്പോഴും എനിക്കൊരു വലിയ ആശങ്കയാണ്. ഞാനത് എന്തിനായിരുന്നു അത് ഇടപെട്ടത്? അത് കുറച്ച് പേരെ വിശ്വസിച്ചിട്ട് ചെയ്തതാണ്. അവർ പറഞ്ഞ വാക്ക് കേട്ട് പിന്നീട് അതിന് അങ്ങനെ അല്ല, നിങ്ങൾക്ക് അതിൻ്റെ സത്യം അറിയാമോ എന്ന് ചോദിക്കുമ്പം ചെയ്യരുതായിരുന്നു എന്ന് മനസ്സ് പറയുന്നുണ്ട്. അത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് നമ്മൾ തിരുത്തപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടല്ലല്ലോ. എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. ഒരാൾ വന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മുണ്ടുമടക്കി കുത്തി ചാടി ഇറങ്ങും ഞാൻ. അത് ഇപ്പൊ കുറച്ച് നിർത്തി, അത്രയും മുണ്ടുമടക്കി കുത്തുന്നില്ല. അതേപോലെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു സിനിമകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഗ്യാപ്പിന് ശേഷമായിരിക്കും നമ്മൾ സിനിമകൾ കണ്ടുകൊടുക്കുന്നത്. അപ്പം 2000-ന് ശേഷം ഒരു സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സിനിമകൾ ചർച്ചകൾ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ കോവിഡിന് ശേഷമാണ് ഒന്നുകൂടെ സിനിമകൾ കുറച്ചുകൂടെ ആക്റ്റീവായി, എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നു. സിനിമകൾ എന്താണ്, ഇങ്ങനെയും മേക്ക് ചെയ്യാം, പലതരം ഓരോരോ സ്റ്റൈലുകൾ വന്നു തുടങ്ങി. അപ്പം ഇപ്പോൾ സിനിമകൾ ചർച്ചകളെക്കാളൊന്നും നമ്മൾ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അടുത്ത പടം ഇറങ്ങുമ്പോഴേക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല നമുക്ക്. അടുത്തത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സിനിമകൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൂല്യം നഷ്ടപ്പെടുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നിൽക്കുന്നുണ്ടല്ലോ. നമ്മളിത് പറയുമ്പോഴും ഇത് നമുക്ക് മാത്രം വിചാരിച്ചാൽ നിൽക്കുന്നൊരു കാര്യമല്ലല്ലോ. ഇൻഫർമേഷൻ ഫ്ലഡിങ് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും സംഭവിക്കുന്നുണ്ട്. നമുക്ക് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന സമ്പ്രദായത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മളുടെ ഔട്ടിങ് എന്ന് പറയുന്ന ഒരു വളരെ നല്ല കാര്യമായിട്ട് നമ്മൾ കാണുന്നു, തീർച്ചയായിട്ടും അത്. അപ്പോൾ അത് സിനിമയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ മാക്സിമം ഏറ്റവും പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഏറ്റവും പറ്റാവുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുക. ഇപ്പം എക്കോ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഈ ഇതേ സ്ഥലത്ത് തന്നെ ഒരാഴ്ചയും 2 ആഴ്ചയും 3 ആഴ്ചയും ആയിട്ട് ഇപ്പം ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു ഭീഷണിയായിട്ട് എക്കോ അപ്പുറത്തുണ്ട്. അപ്പം നല്ലതിനെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ജനത്തിനുണ്ടായി, ഓപ്ഷൻസ് ധാരാളം ഉണ്ടായി. ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ എന്താണോ സാഹചര്യം അതിന് ഉതകുന്ന രീതിയിൽ, അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ സജ്ജരായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല ഇതിനെ. അല്ല, ശരിക്കും പറഞ്ഞാൽ അതെന്തോ ഇപ്പോൾ എക്കോയുടെ കാര്യം പറഞ്ഞു, എക്കോ ആയാലും കിഷ്കിന്ത കാണ്ടായാലും അവരെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സീനിനകത്ത് എന്തായിരിക്കും അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടായിരിക്കും അവിടെ തന്നെ കത്തിച്ചത്, അവിടെ ആയിരിക്കും അത്. നമ്മൾ പിന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത് ആ സിനിമ തന്നെ പിന്നെ 10 പേരിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു എന്താ പറയുക, ചർച്ചകൾ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പം പിന്നെ ചർച്ച കൂടുതലല്ലേ ചെയ്യുന്നത്, നല്ലതല്ലേ ചർച്ച. ഒരുപാട് ഇപ്പം നമ്മൾ ഈ സിനിമയെ കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യല്ലേ. പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു സ്പേസ് പോലും ഇല്ലല്ലോ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ വരുന്ന സമയത്തായിരിക്കും ഒരു ഓപ്പൺ ഫോറത്തിൽ ഒരു സിനിമയെക്കുറിച്ച് ഒരു ചർച്ച വരുന്നത്.
പക്ഷെ നമ്മളുടെ നാട്ടിൽ പണ്ട് മുതലേ ഫിലിം ഫെസ്റ്റിവൽസിൻ്റെയും സൊസൈറ്റീസിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെറുതൊന്നുമല്ല. നമ്മളൊക്കെ KG ജോർജിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള എത്രയോ നല്ല ഫിലിം മേക്കേഴ്സിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. കമേഴ്ഷ്യലായിട്ട് ഇപ്പോഴത്തെ പ്രിയദർശൻ സാറിനെയും സത്യനന്ദിക്കാടിനെയും പോലെ ഇങ്ങനെ നിൽക്കുന്നത്, ശ്രീനേട്ടനെ പോലെ അവിടെ ഇവിടെ ഇല്ലാത്ത മിഡിൽ റോഡ് സിനിമകൾ ഗംഭീരമായിട്ട് കമേഴ്ഷ്യലായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇപ്പുറത്ത് അരവിന്ദൻ അടൂർ പോലെയുള്ള പത്മരാജൻ ഭരതൻ പോലെ ഗംഭീര ഫിലിം മേക്കേഴ്സ്, അങ്ങനെ ഒരു ഇതുള്ള ആ സിനിമകളൊക്കെ വരെ ആ സിനിമ വരെ നമ്മൾ ചർച്ച ചെയ്യുമല്ലേ, ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാം. ലോഹിത് സാറിനൊക്കെ ഇപ്പോഴും നമ്മൾ കിരീടമൊക്കെ ഇപ്പോഴും ടെക്സ്റ്റ് പോലെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ്. അതുകൊണ്ട് ചർച്ച നടന്ന് നല്ലത്. പുതിയ സിനിമകളുടേത് മാത്രമല്ലല്ലോ എന്നാണ് ചോദ്യം കേട്ടോ. എല്ലാ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല മലയാള സിനിമകൾ മാത്രമല്ല, നമ്മൾ ഇന്റർനാഷണൽ ഫിലിംസിന്റെയും ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ ഇൻഫർമേഷൻസ് അവിടെ തരുന്നുണ്ട്. ചർച്ചകൾ എപ്പോഴും നല്ലതാണ്. നല്ലതോ ചീത്തയോ, നല്ലതായാലും ചീത്തയായാലും ചർച്ച ചെയ്യുന്നത് സിനിമകളെ കുറിച്ചാണെന്നുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഞാനിപ്പോൾ എന്താ പറയുക, നമ്മുടെ സിനിമയെക്കുറിച്ച് നമുക്ക് ഇത്രയും ഒരു എഫേർട്ട് ജനങ്ങളോട് ഈ സിനിമ വന്ന് കാണണമെന്ന് പറയാൻ എടുക്കുന്നത് റിതേഷിനെയും ഇതിനകത്ത് ക്രൂവിനെയും സുഹാസിനെയും ഒന്നും ആൾക്കാർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഞങ്ങളിപ്പോൾ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ഫിലിം മേക്കറാണ് പ്രധാനം. ഇപ്പം ബാഹുൽ രമേശിൻ്റെ സിനിമയിലാണ് ഞങ്ങൾ 7 പേരും ഇതുപോലെ പോസ്റ്റർ ആണെങ്കിൽ നാളെ ഫുള്ളാ തിയേറ്റർ, എത്ര വലിയ കളങ്കാവിലുണ്ടെങ്കിലും. കാരണം എക്കോ ടീമാണ്, അവരെ വിശ്വാസമായി. അല്ലെ ഇന്ന ആരെ, ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു പടമാണ്, ആൾക്കാർ പോയി കാണും കാരണം അവർക്ക് വിശ്വാസമായി. പക്ഷേ ഇത് പുതിയ ടീമായോണ്ടാണ്. രണ്ടാമത്തെ സിനിമ ഈ സിനിമ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങൾ പ്രൊമോഷനേ വരികയില്ല, വീട്ടിൽ ഇരിക്കും. കാരണം അവൻ്റെ സിനിമ ഓക്കെ എന്ന്. അതേസമയം ഇത് ഹിറ്റാവാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. ഒരു തവണ നിങ്ങളൊരു ചാൻസ് കൊടുക്കുക, ആ സിനിമ നല്ലതായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാൻ ധൈര്യം കാണിക്കുന്നത് ഫസ്റ്റ് ഫിലിമായോണ്ടാണ്. ഇനി നെക്സ്റ്റ് സിനിമ മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പൊ കാന്താര രണ്ടാമത് ഇറങ്ങിയപ്പോൾ ഋഷഭ് ഷെട്ടി സ്റ്റാറാണ്. അപ്പോൾ ഒരു നല്ല സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കുറിച്ച് ടെക്നീഷ്യൻ മിസ്സായി പോലെന്നായി പറയുന്നത്, മനസ്സിലായോ? ജസ്റ്റ് കണ്ടു നോക്കൂ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. കാരണം ഇത് ഫസ്റ്റ് ചാൻസ് ആണ് അവരുടെ, അവർ വേറൊരു ടീമാണ്. അല്ലാതെ സെക്കൻഡ് സിനിമയെ കുറിച്ച് പറയാൻ വരൂല. പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അല്ലേ? ഞാൻ ശരിയല്ലേ ശ്രീകാന്ത് ഞാൻ പറഞ്ഞു അല്ലേ പ്രശാന്ത്? സെക്കൻഡ് സിനിമയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടതാ, ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയാൻ. പക്ഷെ ഇതങ്ങനെയല്ല. ആദ്യത്തെ ഇത്രയും വലിയ 10-8 പടങ്ങൾ ഇതാണ് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇക്കോ ഉണ്ട്. ആ സിനിമയുടെ കൂടെ തിയേറ്റർ പോലും കുറവാണ്, ആ കുറച്ച് തിയേറ്ററേ ഉള്ളൂ. ഒന്ന് വന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ വാക്ക് ചിലപ്പോൾ ഒരു വലിയ പ്രൊഡ്യൂസറിനെയും ഒരുപാട് നല്ല മനുഷ്യരെയും മലയാളത്തിൽ തന്നെ ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിക്കാൻ ഉള്ള കാരണവും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. ഞങ്ങൾക്ക് ആക്ടേഴ്സിനെ ഇത് ബാധിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് ഭാഷ പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് അവർ, നമ്മുടെ നാടിനെ അന്വേഷിച്ച് വന്നവരാണ്. അവർ ഈ സിനിമ ചെയ്തത് നല്ലതാണെങ്കിൽ പിന്നീട് കണ്ടിട്ട് അയ്യോ അതല്ലായിരുന്നെന്ന് പറയാനിടയാവാതെ ഒന്ന് കണ്ടു നോക്കൂ. കാരണം അവർ ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സിനിമയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയൊരു കാര്യമല്ല ഒരു സിനിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ക്രൂവിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര ദിവസം ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് പ്രേക്ഷകനത് പലപ്പോഴും പ്രേക്ഷകനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത് സിനിമ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു പടമെന്നല്ല പറഞ്ഞത്, ഇത് ബർത്ത് ഓഫ് വാച്ച് ആണ്. അതുകൊണ്ടാണ് ഇപ്പം പാർവതി പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഒരു 150 രൂപ എടുത്താൽ വേസ്റ്റ് അല്ല. അതിനകത്തൊരു എലിമെന്റ് ഉണ്ട്, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഡീറ്റെയിലിംഗ് ഇസ് ഗോഡ് എന്ന് പറയുന്നത് നമ്മളെ സിനിമ. ആ സിനിമയുടെ മൈന്യൂട്ടായിട്ട് ഒരു കുഞ്ഞ് സാധനം വരെ അവർ അത്ര ശ്രദ്ധയോടെയാണ് ചെയ്തിരിക്കുന്നത്. ആർട്ടൊക്കെ അല്ലേ ആർട്ടും. പിന്നെ ഇതിനകത്ത് പറഞ്ഞു വരുന്ന സാധനം എൻഡിൽ നിങ്ങൾ ഇത് കണക്ട് ആവുന്നതെല്ലാം നമ്മളൊരു പരിപാടിയായിട്ട് കുറച്ച് ഘനമുള്ള മനസ്സായിരിക്കും. സസ്പെൻസ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, നിങ്ങളത് ഒന്ന് കണ്ടു. സസ്പെൻസ് എന്നുള്ളതാണോ? സസ്പെൻസ് ഒക്കെ ആ മൊമെന്റിൽ കഴിയും. നമുക്ക് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, ഒരു ഹെവിനെസ് ഉണ്ടാവും. അതിനെ ഈ പറയുന്നത് നീ പറഞ്ഞ പോലെ മാജിക് എന്ന് പറയുന്നത് റൈഡിന്റെ ഒരു മാജിക് ഹെവിനെസ് ആയിരിക്കും. അങ്ങനെ ഒരു മാജിക് പ്രശ്നം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. ഇത് എന്താ അറിയോ, ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പ്രശാന്ത് പറയുന്നവർ പറഞ്ഞു, ഞാൻ പടം കണ്ടിട്ടില്ല. പ്രശാന്ത് കണ്ടു. ശരി. അപ്പോൾ നോർമലി ഒരു സിനിമ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഓരോ സിനിമ കാണുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റിലാണ്. അപ്പം കഴിഞ്ഞ ദിവസം മമ്മൂക്ക കളങ്കാവലിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഇത്ര 400 പടങ്ങൾ ചെയ്തു, അപ്പോൾ 1000-ൽ പറഞ്ഞ കഥകൾ ഞാൻ കേട്ടു. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തേടി വരുന്ന കഥകളുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഈ സിനിമയിലെ കഥ കേട്ട് ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോഴാണ് ബാക്കി പറയേണ്ട എനിക്ക് ഇതിൻ്റെ അകത്ത് ഇന്നാണ് എന്ന് പറയാനുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കഥകളും ഉണ്ടാവും. എങ്ങനെ ചിലത് നോ പറയും, എങ്ങനെ എസ് പറയും? അയ്യോ നമുക്ക് വർക്കല്ലെന്ന് പറയും. ഒറ്റടിക്ക് അങ്ങനെയല്ല, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ചോദ്യം അത് മനസ്സിലായില്ല. എന്നാലും മനസ്സിലായത് വെച്ചിട്ട് പറയാം.
ശരിക്കും ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നല്ലൊരു പരിപാടിയാണെങ്കിൽ അത് ആദ്യത്തെ കേൾവിയിൽ തന്നെ നല്ലതാണെന്ന് മനസ്സിലാവും, സംശയമൊന്നുമില്ല. രണ്ടാമത് ഞെക്കിപ്പൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ചിലപ്പോൾ അത് നന്നായി വരാം. മറിച്ച് അങ്ങനെ നന്നായി, ഇപ്പോൾ ലഗാൻ സിനിമയെ കുറിച്ചിട്ട് അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെറിയ സിനിമ പറയണ്ട, ഓസ്കാസിൽ പോലും റെക്കമെൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയാണ്. ആ സിനിമ എത്രയോ അശുതോഷ് ഗൗരേക്കർ എന്ന് പറയുന്ന ആൾ എത്രയോ വട്ടം ഇരുന്ന് പണിയെടുത്തിട്ടാണ് ആ സിനിമ നമ്മളിന്ന് കാണുന്ന ക്ലാസിക്കായിട്ട് മാറി. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കേൾവിയിൽ അമീർ ഖാൻ അത് ഇഷ്ടമായില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എവിടെയോ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നീരജ് വോറ എന്ന പ്രിയൻ സാറിൻ്റെ സിനിമകളൊക്കെ എഴുതിയിരുന്ന അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു ചേട്ടനെ പോലെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ലഗാൻ്റെ പ്രോസസ്സിനെ കുറിച്ച് അതിൽ സ്റ്റോറി റൈറ്റിങ്ങിന് അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം ചിലത് മാത്രമാണ് അങ്ങനെ അത്ഭുതം സംഭവിക്കുക. അതർവൈസ് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മളെവിടെ നിൽക്കണം എന്നുള്ളത്. ഞാനൊന്നും ചൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. എന്തിനും ഏത് ക്യാരക്ടർ കിട്ടിയാലും പോയി സിനിമ അഭിനയിച്ചിട്ട് വരും, മനസ്സിലായോ? എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഈ വാല് പഠിക്കാൻ വരത്തില്ലെന്ന് മാത്രമേ. നോ പറയലും എൻ്റെ കേസിലും വളരെ 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 കുറവാ, റെയറാണ്. നോ പറയാൻ നമുക്ക് പറ്റില്ല. ക്യാരക്ടർ ആർട്ടിസ്റ്റ് അല്ലേ, നമ്മളെ ബാധിക്കില്ലല്ലോ. ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് ചിലപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നു. ബാധിക്കുന്നില്ല എന്നുള്ള സംഭവത്തെ വേറെ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത്. നമ്മളിത് ബാധിക്കും. ആ സിനിമ നല്ല ജനങ്ങൾ സ്വീകരിച്ച സിനിമകളിൽ ഒരു സീനിൽ അഭിനയിച്ചാൽ പോലും അതിന് റീച്ച് വേറെയാണ്, നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വെച്ചാൽ പ്രധാനപ്പെട്ട പരിപാടികളുണ്ട്, അതിലെ ഹീറോ, അതിന്റെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ അവരെ ബാധിക്കുന്നത് പോലെ നേരിട്ട് നമ്മളെ ബാധിക്കില്ല, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കില്ലേ, നമുക്കൊക്കെ ചെറിയ വേഷമായിരിക്കില്ലേ, നമ്മൾ മാറ്റർ ചെയ്യുന്നില്ല. ചേച്ചി ഇപ്പൊ തമിഴിൽ ഇപ്പൊ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 പടങ്ങളായില്ലേ? രണ്ടൊന്നുമല്ല, ആക്ടിവേഷൻ ആയില്ലേ? ആക്ടിവേഷൻ ആയോന്ന് അറിയത്തില്ല. ഇനി വരുന്നുണ്ടോ പ്രോജക്റ്റുകൾ? വീരധീര ശൂരൻ, ആര്യൻ, അതേഴ്സ്, 3 സിനിമയായി. ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കും, ഇപ്പൊ 2 പടം ചെയ്തോണ്ടിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മലയാളത്തെ അവിടുത്തെ ടെക്നിക്കൽ ക്രൂ, അവിടുത്തെ മേക്കിംഗ് സ്റ്റൈലും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ഇവിടെ വെച്ച് അവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു മേക്കിംഗ് കാര്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളാ നല്ലത്, നമ്മൾ തന്നെ ബെറ്റർ, നമ്മളാ നല്ലത്, സംശയമേ വേണ്ട. നമ്മളാ നല്ലത്. അവർ നല്ലതല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അവർ ഭയങ്കര റെസ്പെക്ട്ഫുള്ളാണ് നമ്മുടെ ടെക്നീഷ്യൻസിനെയൊക്കെ കൊണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പം ചിലർ ചോദിക്കും, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ക്യാരക്ടറിനെയാണോ പെർഫോം ചെയ്യുക? അപ്പം നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ഇൻവോൾവ് ആവുന്നത് അവർക്ക് ചിലപ്പോൾ ഇപ്പോഴും ചില ആൾക്കാർക്ക് അവിടെ അതിശയമായിട്ട് അവർ സംസാരിക്കാറുണ്ട്. ഇത്രയും ഇൻവോൾവ് ആവേണ്ട ആവശ്യം ഒരു സിനിമയിലുണ്ടോ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്? ഡയലോഗ് പറഞ്ഞു പോകാതെ നമ്മൾ ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഇൻവോൾവ്മെൻറ്റ് അതിശയത്തോടെ കാണും. നമ്മുടെ നാട്ടിൽ അതൊരു അതിശയമേ അല്ല, അങ്ങനെ ചെയ്തില്ലേ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ പറയും. നമ്മുടെ നാട്ടിൽ ഈ പണി അറിഞ്ഞൂടല്ലേ, ഓക്കെ പൊയ്ക്കോളൂ ബൈ എന്ന് പറയില്ലേ. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ധാരണ, നിങ്ങളെന്താ പറയുന്നത്? ഇന്ന് പിന്നെ എന്താ അനുരാഗ് കശ്യപ് സൗത്തിലോട്ട് വന്ന് കേരളത്തിൽ കൊച്ചിയിൽ താമസിക്കണം, ഇവിടെ സിനിമ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നല്ല ഫിലിം മേക്കേഴ്സ് മുഴുവൻ കേരളത്തിലേക്ക് അന്വേഷിച്ച് ആക്ടേഴ്സിനും സൗത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. തമിഴിൽ മോശം സിനിമകളുണ്ടെന്നല്ല, ഒരുപാട് നല്ല സിനിമകളുണ്ട്. അവർ ഇപ്പോൾ വെട്രിമാറിൻ്റെ ഒക്കെ പടം നമുക്കറിയില്ലേ, കൊതിയൊന്നും എന്നെ ജയ് ഭീം പോലെ ഒരു സിനിമ ഇറങ്ങുന്നില്ലേ, എത്ര ബൈസൺ ഇറങ്ങിയില്ലേ, എത്ര സിനിമയാണ്. അപ്പം അത് അവരും ഒരു രാഷ്ട്രീയവും കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഇതിൽ വ്യത്യസ്തമായ കഥകളാണ്. പക്ഷേ അതിന് എനിക്കൊരു ചെറിയൊരു ഇത് തോന്നിയിട്ടുള്ളത്, അവർ പറയാനുള്ളത് തുറന്ന് പറയാനായിട്ടും അത് കാണിക്കാനായിട്ടും പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അത് പറ്റുന്നില്ല. നമ്മളെ സിനിമകൾക്ക് ഒരു രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല, അവിടെ ഒരു വിലക്ക് വീഴുന്നതായിട്ട് എനിക്കിപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. തോന്നിയിട്ടുണ്ടോ അപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയില്ല കേട്ടോ. രാഷ്ട്രീയം ഒന്നാമത്തെ കാര്യം, എന്താണ് പറയേണ്ടത്, ആരോടാണ് പറയേണ്ടത് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രാഷ്ട്രീയമുള്ള സിനിമകൾ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. മറ്റാരേക്കാളും ഭംഗിയായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പം ഞാൻ പറയട്ടെ, വാഴ എന്ന സിനിമ മലയാളത്തിലുണ്ടായി, വാഴ തമിഴിലും ഉണ്ടായി. രണ്ടിനും ടൈറ്റിൽ ഒന്ന് തന്നെയാണ്. 2 സിനിമയും നിങ്ങൾ കണ്ടതല്ലേ? അത്രേ ഉള്ളൂ. അല്ലേ, അത് എന്താ പറയുക, അവിടുത്തെ സാഹചര്യം ഉണ്ടല്ലോ, അവിടുത്തെ സാഹചര്യം. അവിടെ ഇപ്പോഴും ജാതി ഭ്രഷ്ടുകളുണ്ട്, അവിടെ ഇപ്പോഴും ഒരു പ്രത്യേക ജാതിയിൽ ചിരട്ടയിൽ വെള്ളം കൊടുക്കുന്നുണ്ട്, അവിടെ ഇപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ കഥ പറയാൻ പറ്റും, മനസ്സിലായോ? അവിടെ എലിയെ പുഴിക്കും തിന്നുന്ന കഥ ഇപ്പോഴും പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ആ സാഹചര്യം ഉണ്ടോ? കുറഞ്ഞു, ഇല്ലാണ്ടായി.
വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ടാണ്. അൺഎംപ്ലോയ്മെന്റിന്റെ കഥ പറഞ്ഞിരുന്ന ഒരു മലയാള സിനിമ ഉണ്ടല്ലേ? ഉണ്ടായിരുന്നു. നമ്മൾ അതേ അൺഎംപ്ലോയ്മെന്റിന്റെ കഥ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ചെയ്തപ്പോൾ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ച ആളാണ് ഞാൻ. സക്സസ്ഫുൾ ആയിട്ട് കൂടെ നിന്നിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ കഥ പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ പല മാറ്റങ്ങളും വരുത്തിയിട്ടാണെന്ന് അവിടെ ആ കഥ നമ്മൾ പറഞ്ഞത്. മലയാളത്തിൽ പോകുമ്പോൾ അൺഎംപ്ലോയ്മെന്റിന്റെ കഥ പറയേണ്ടി വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതേപോലെ തന്നെ പല രാഷ്ട്രീയ ഇപ്പം പേരുകളുടെ പേരിൽ ഇപ്പൊ സെൻസറിങ് നടന്നുണ്ട്. പേരുകളുടെ പേരിൽ വെട്ടിലാണ്. ഇപ്പം കഴിഞ്ഞിടെ ഞാൻ കണ്ടൊരു പടമായിരുന്നു പ്രൈവറ്റ്, മീനാക്ഷിയുടെ പടം. അതിനകത്ത് 14 വരെ ഒരു പേരിങ്ങനെ കണ്ടിന്യൂസ് സെൻസർ ചെയ്ത് കളഞ്ഞിരിക്കുക. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരു കലയാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തിന് എത്തിക്കാനുള്ള ഒരു മീഡിയം. നമ്മളൊരു വേറെ തന്നെ ഒരു പേജ് തുറന്നു വെച്ചേക്കുവാണ്. ഇത് പറഞ്ഞു തുടങ്ങിയാൽ ഇനി ഇന്നത്തെ ഇന്റർവ്യൂ അവസാനിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇന്റർവ്യൂ തരത്തില്ല. അത് നമുക്ക് വേറൊരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കാം. അത് ഇനി ഒരു പേജ് തുറന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 പേജെങ്കിലും ഇനി കഴിഞ്ഞാലേ തീരുള്ളൂ. അത് ഭയങ്കര വേറെ ഏരിയയില്ലേ. അതെ, ശരിക്കും സിനിമകളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഒരു സിനിമ ഒരു മാജിക് സിനിമയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ലോകത്തോ സിനിമയിലോ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് റൈഡിലേക്ക് വരാം. റൈഡിലേക്ക് വരുമ്പോൾ തന്നെ 6 പേരാണ്. 6 പേരുടെ ലൈഫ് കാണുമ്പോൾ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ 6 തരം ജീവിതങ്ങളാണ്, 6 തരം ലൈഫ് സ്റ്റൈലുകളാണ് കാണുന്നത്. അപ്പം ഈ ലൈഫ് സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ഒരു പ്രത്യേക സറൗണ്ടിങ് ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറുന്നൊരു ആദ്യം കാണുന്ന ക്യാരക്ടർ ആയിരിക്കും പിന്നെ കാണുന്നത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ പെരുമാറുന്ന പോലെ ആയിരിക്കും പിന്നെ പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു ക്രൂ ആയിട്ടുള്ള എങ്ങനെ ഉണ്ടായിരുന്നു 6 പേരുടെ ലൈഫിൽ ഒരു സറൗണ്ടിങ് തന്നെ നിൽക്കുമ്പോൾ? പറഞ്ഞല്ലോ, ഈ 6 പേരും ചെന്ന് പെട്ടിട്ടുള്ള ഒറ്റ സ്ഥലത്ത് തന്നെ. അതാണ് സിനിമ. അത് ഞാൻ പറഞ്ഞാൽ പോയില്ലേ, ഒരു സസ്പെൻസ് സസ്പെൻസ് അവിടെ വേണ്ടേ? അല്ലെ നീ പോലും പോയി കാണില്ലല്ലോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ കാണാം. മാജിക്കാണ് അതിന്റെ മാജിക്കിന്റെ പിന്നിലുള്ള കളി എന്താന്ന് പറഞ്ഞാൽ മാജിക് ഭയങ്കര അയ്യേ ഇതായിരുന്നു എന്ന് ചോദിക്കുന്നു. ഈ സിനിമ ഒരു രസമുള്ള സിനിമയാ, പോയി കാണുക. അതെ, കാണുക. അപ്പം 150 രൂപ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വെർത്താന്ന് തന്നെ ഉറപ്പുറന്നു. ഇത്രയും പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് 150 രൂപയല്ലേ കൊടുക്കത്. അതെ, അത് തന്നെ. ഒരിക്കലും ആ 150 എത്രയാ വെച്ചാൽ ആ തുക വേസ്റ്റ് ആവില്ല എന്നൊരു സംശയമില്ല. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഉള്ളിലെ നമ്മളെ കുറിച്ചുകൂടിയൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് എടുക്കാൻ പറ്റും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ പടത്തിന് ടേക്ക് അവേ എന്ന് പറയുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമ കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അത് വേറെ ഡിബേറ്റാ. പക്ഷെ ഞാൻ പറയുന്നു, ഈ സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു പരിപാടി എടുത്തിട്ട് പോകാൻ പറ്റും. ഞാനിതിൽ ആരുടെ കൂടിയാണ്, ഞാനിതിൽ ഏത് ആളുടെ ജീവിതമായിട്ടാണ് എനിക്ക് ബന്ധം, അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയർ, ആ ബിഹേവിയർ എൻ്റെ ബിഹേവിയറായിട്ട് എത്രമാത്രം ചേരുന്നുണ്ട്, ഞാൻ എത്രമാത്രം സത്യസന്ധനാണ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് പുറത്തു വരാൻ പറ്റും. പിന്നെ ഏതെങ്കിലും കഥാപാത്രം നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ മോശമാണെന്ന് നിങ്ങൾ പറയുന്നത്. അതെ, അല്ല സംഗതി നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു റൈറ്റർക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതിലൊത്തിരി പേരുടെ ജീവിതങ്ങളുടെ സത്യമുണ്ട്. നമ്മൾ കാണുന്ന സിനിമകൾ അങ്ങനെയാണ്, എവിടെയെങ്കിലും നമ്മളെ കണക്ട് ചെയ്യും. ആ നിലയ്ക്ക് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളൊക്കെ ഒരുപോലെ വിചാരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ചെയ്ത കഥാപാത്രം നോക്കുമ്പോൾ ഏറ്റവും ഹാർട്ട് ടച്ച്ഡ് ആയിട്ടുള്ള കഥാപാത്രം ഏതായിരിക്കും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ? അയ്യോ, നമ്മളെല്ലാം വളരെ സിൻസിയർ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നു. അപ്പൊ അത് മറ്റു കഥാപാത്രങ്ങൾ അങ്ങനെ അല്ലെന്നല്ലേ? പെട്ടെന്ന് മൈൻഡ് ഇമോഷണലി ഏറ്റവും ട്രെയിൻ ആയിട്ടുള്ള ഏറ്റവും ട്രെയിൻഡ് ചെയ്ത കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും അല്ലേ? വൈകാരികമായിട്ട് ഉള്ളൊഴുക്കിലെ തോമസ് ഊട്ടി എനിക്ക് ഭയങ്കര വൈകാരികമായിട്ട് ഡ്രെയിൻഡ് ആയി പോയി ഇത്ര തലമുറയായിട്ട് ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഒരു തലച്ചോറ് ഉണ്ടെങ്കിലാണ് അത് എല്ലാം കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ചെറിയൊരിതല്ല ചേട്ടന്. എനിക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പൊ റിലീസായ സിനിമകളിൽ മീശ എന്ന സിനിമ വല്ലാതെ ഇമോഷണലി ഡ്രെയിൻഡ് ആയത്. ഒന്ന് നമ്മളല്ല, നമ്മളേ അല്ല, അത് ഒരു സംവിധായകൻ നമ്മളെ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഒരു സുഖം. അതിന് ഷൈൻ ടോം ചാക്കോ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവനെക്കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്ന, സ്ക്രീനിൻ്റെ പുറത്തായാലും ഒരുമിച്ച് അഭിനയിക്കുമ്പോഴായാലും നമ്മളതുപോലെ എൻകറേജ് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര അതെ അതെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അടുത്ത സിനിമ കഥ പറയാം. തുടക്കം പോലെ നോക്കിയാൽ ഏറ്റവും ആദ്യം അഭിനയിച്ച സിനിമ ഞാൻ പോലും അറിയാതെ
സംഭവിച്ചതാണ് ആ സിനിമ. ആക്ഷൻ ഹീറോ ബിജുവിലെ വക്കീൽ. എനിക്കിപ്പോഴും പിടിയില്ല അതെങ്ങനെ സംഭവിച്ചത്. ഇപ്പോഴും നമ്മൾ അറിയപ്പെടുന്നത് വക്കീലായിട്ടാണ്. ഒരു സിനിമയിലെ സംവിധായകൻ അതിൽ സീൻ എഴുതി വെച്ചിട്ട്, ഞാൻ പലയിടത്തും പറഞ്ഞു, സീൻ എഴുതി വെച്ചിട്ട് ശ്രീകാന്ത് ഇത് കറക്ഷൻസ് വല്ലോണ്ട് ചെയ്തോട്ടാന്നാണ് പറഞ്ഞത്. അതൊരു വക്കീലിൻ്റെ വർത്തമാനമായിരുന്നു. ഞാനത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ സംവിധായകനോട് പോയി പറഞ്ഞു, ഞാൻ വക്കീലല്ലാട്ടോന്ന്. നിങ്ങൾ വക്കീലല്ലേ ചോദിച്ചു. അല്ല, അപ്പോൾ അതെനിക്ക് കിട്ടിയ കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 41 എന്ന സിനിമയിൽ ഞാനൊരു കള്ളസ്വാമിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബിജുവിൻ്റെ കൂടെയാണ് അഭിനയിച്ചത്. എനിക്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ബിജുവിൻ്റെ കൂട്ടത്തിൽ അഭിനയിച്ച സിനിമയാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ. ഒരു പോലീസുകാരനായിരുന്നു. ഒരു പോലീസുകാരനാവാൻ ഒരിക്കലും ആവുമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല. ഞാൻ ആദ്യമായിട്ടൊരു പോലീസിൻ്റെ കോസ്റ്റ്യൂം ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ ഒത്തിരി പടങ്ങൾ. ഓഫ് കോഴ്സ് ഹോം എന്ന സിനിമ, അതിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടുതലുള്ള എക്സ്പീരിയൻസ്, അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കക്ഷി അമ്മിണിപ്പിള്ള, രഞ്ജിത്തിൻ്റെയും ബാബുറിൻ്റെയും കൂടെ ഉള്ളത്. ഞാൻ കോർട്ടിൽ എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം കോർട്ടിൽ പോയിട്ട് എന്നുള്ളതാണ്ട് എനിക്ക് കോർട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവിടെ ജഡ്ജിയായിട്ട് ഞാൻ ജഡ്ജ്മെൻ്റോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, സിനിമകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് അതൊക്കെ. അതേ പറയാം, എല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ സിൻസിയർ, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് അതിന് കിട്ടുന്ന കയ്യടിയാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് യെസ് അറിയാൻ അതിന് ഉത്തരം പറയാൻ. ഇമോഷണൽ എന്നാ ഉദ്ദേശിക്കുന്നത്? ഇമോഷണൽ ആയിട്ടാണ് പെട്ടെന്ന് ഓർക്കുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ പല ഷെയ്ഡ്സാണ്. ഒന്നിനെയും നമുക്ക് ഇങ്ങനെ താരതമ്യം ചെയ്ത് ഇത് ഇമോഷണൽ, ഇത് ഇമോഷണൽ അല്ല. ചലഞ്ചായിട്ട് തോന്നിയതെങ്കിലും പറയാമോ? അതൊരു ചിലപ്പോൾ ഒരു പക്ഷേ നല്ലതായിരിക്കും, നല്ല ഇൻഫർമേഷൻ ആയിരിക്കും. ചലഞ്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഈസി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ പാർവതിക്ക് അത് ചലഞ്ചായിരുന്നു തോന്നുന്നൊരു കാര്യം. എനിക്ക് മാസ്റ്റർ പീസിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത കാര്യം മാസ്റ്റർ പീസ് അല്ലേ, എനിക്ക് ഭയങ്കര, എനിക്ക് പാർവതിയുടെ ചലഞ്ച് കണ്ട് എനിക്ക് തോന്നിയ പരിപാടി ഇതായിരുന്നു. പാർവതി അതല്ല, ടോട്ടലി അതിലേക്ക് പോയി എന്നുള്ളതാണ്. മാസ്റ്റർ പീസ് കണ്ടില്ലേ? പാർവതിയുടെ ഏറ്റവും ഗംഭീരം പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരു സീരീസ് ആയിരുന്നു ആയിരിക്കാം. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ ചാലഞ്ച് ഉണ്ടായിരുന്നു. മുറയും ഉണ്ട്, കൂടെയില്ല ലില്ലി, കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടൊരു കൂടെയിലെ ലില്ലി ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു ക്യാരക്ടറായിരുന്നു. അതൊരു വിഷമം ഉള്ള എന്ന് വെച്ചാൽ അത് അങ്ങനെ പെർഫോം ചെയ്യാനും ഒക്കെ. ഞാൻ ഒന്നാമത് ഈ കുറച്ച് ഒരു അത്രയും എന്ന് പറഞ്ഞ പോലെ അത്ര കോൺഫിഡൻസ് ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഉള്ള ഒരാളല്ല. എനിക്ക് എന്നെക്കുറിച്ചൊരു സെൽഫ് ഡൗട്ടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അഞ്ജലി, രഞ്ജിത്തേട്ടൻ, പൃഥ്വിരാജ് അങ്ങനെയുള്ള അവരൊക്കെ ആണെങ്കിൽ പെർഫെക്ഷനിസ്റ്റിൻ്റെ അങ്ങനെ അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് ഓരോ നിമിഷവും അത് എനിക്കൊരു വലിയ ചലഞ്ചാണ്. പക്ഷെ നന്നായി വന്നു. പക്ഷെ അതെനിക്ക് പേഴ്സണലി ഒരു ചലഞ്ചായിരുന്നു ആ സിനിമ അഭിനയിക്കുന്നത്. ആൻഡ് അഞ്ജലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. രഞ്ജിത്തേട്ടന് മുറ മാസ്റ്റർ പീസൊക്കെ കുറച്ചും കൂടെ ഇപ്പം മുസ്തഫയുടെ കൂടെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ മാസ്റ്റർ പീസ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ആ ക്യാരക്ടറിൻ്റെ ചലഞ്ച് മാത്രമേ ഉള്ളൂ. മറ്റൊന്നൊരു പേഴ്സണലായിട്ടൊരു അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ധൈര്യക്കുറവും ഒക്കെ അനുഭവപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ കൂടെ ആയിരിക്കും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കും പേഴ്സൺ എന്നുള്ള നിലയ്ക്കും കൂടുതൽ ഒരു ചലഞ്ച് അനുഭവപ്പെട്ടു. അപ്പോൾ എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് യാത്രകൾ അല്ലേ? അതിനൊരു യാത്ര, ഇത് റൈഡ്. അപ്പം നിങ്ങൾ എന്തായാലും കാണുന്ന പ്രേക്ഷകരോടാണ് പറഞ്ഞത്, ഒരു സിനിമ എന്തായാലും ഒരു ചെറിയ 1-2 പേരുടെ അല്ല, കൂട്ടായ്മയുടെ കഷ്ടപ്പാടാണ്. അപ്പം എടുക്കുന്ന കാശ് വെർത്താണെന്ന് ഇത്രയും പേര് ഒരുമിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത എന്താ പറയുക, ആ ഒരു മാജിക്കിലൂടെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമ, പുതിയൊരു വിശേഷങ്ങളെ കാണുന്നത്. ബൈ. താങ്ക് യു.